പ്ലസ് വൺ കോമേഴ്സ് ഫാമിലി. അപ്പോൾ ഇത് നോക്കിയേ, നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ആ ചാപ്റ്ററിൽ കണ്ടത്? നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് 1947 അത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഓരോ സെക്ടേഴ്സിൻ്റെയും സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എന്ത്? ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. 1950 മുതൽ 1990 വരെ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1947 കുറേ പ്രശ്നങ്ങളാണ്, ഭയങ്കര ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായിരുന്നു. അതിൽ മെയിൻ 3 പ്രോബ്ലംസ് ആയിരുന്നു. എന്താ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുക. അപ്പോൾ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷനായിട്ട്, അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? ഇക്കണോമിക് സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്താണ്? ഒരു ഇക്കണോമിക് സിസ്റ്റം, നമ്മുടെ രാജ്യത്ത് ഒരു ഇക്കണോമിക് സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ വേൾഡ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ഇക്കണോമിക് സിസ്റ്റമാണുള്ളത്. എന്താണ്? 2 ഇക്കണോമിക് സിസ്റ്റമാണ് ഉള്ളത്. ഒന്നാണ് നമ്മുടെ എന്ത്? ക്യാപിറ്റലിസം ആൻഡ് മറ്റൊന്നാണ് എന്ത്? സോഷ്യലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്താ, അവിടെ ഫുൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഓണർഷിപ്പ് ആയിരിക്കും, അവിടെ ഗവൺമെൻറ്റിന് ഒരു റോളും ഇല്ലായിരിക്കും. അതാണ് ക്യാപിറ്റലിസം. നമ്മുടെ USA പോലത്തെ കൺട്രീസൊക്കെ ക്യാപിറ്റലിസം ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനി സോഷ്യലിസം നോക്കുകയാണെങ്കിൽ എന്താ, അവിടെ സ്റ്റേറ്റ് അല്ലെ, നമ്മുടെ എന്താ പറയുക, സോഷ്യലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓൺഡ് സംഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുക സോഷ്യലിസത്തിൽ. നമ്മുടെ ചൈന പോലത്തെ രാജ്യങ്ങളൊക്കെ എന്താ, സോഷ്യലിസ്റ്റ് ഇക്കോണമിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ നോക്കുകയാണ്, നമ്മുടെ ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രി നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്താ ഇതൊക്കെ നോക്കിയിട്ട് സോഷ്യലിസം വേണോ അതോ ക്യാപിറ്റലിസം വേണം, നമ്മളൊരു നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, നമുക്കിപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടേ ഉള്ളൂ, നേരെ കൊണ്ടുപോയി നമ്മൾ സോഷ്യലിസം വെച്ച് കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല, ഇനി ക്യാപിറ്റലിസം വെക്കാനാണെങ്കിൽ അതും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു? ക്യാപിറ്റലിസത്തിൻ്റെ നല്ല വശങ്ങൾ, ഗുഡ് ആസ്പെക്ട്സ് കൊടുക്കും, അതേപോലെ സോഷ്യലിസത്തിൻ്റെ ഗുഡ് ആസ്പെക്ട്സ് കൊടുത്തിട്ട് നമ്മൾ പുതിയൊരു ഇക്കണോമിക് സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയും. എന്താണ്? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്നാണെന്നുള്ളതിനെ പറയുന്നത്. അതായത് നമ്മുടെ എന്താ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഓണർഷിപ്പ് ഉണ്ട്, അതേപോലെ ഗവൺമെന്റിനും ഓണർഷിപ്പ് ഉണ്ട്. 2 പേർക്കും ഈക്വൽ ഓണർഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, നമ്മുടെ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ഉണ്ടാവുക. അതായത് എന്താണ്, ക്യാപിറ്റലിസത്തിന്റെ ഗുഡ് ആസ്പെക്ട്സും സോഷ്യലിസത്തിന്റെ ഗുഡ് ആസ്പെക്ട്സും നമ്മൾ കോർത്തിണക്കി നമ്മൾ കൊണ്ടുവന്നാണ് എന്താ, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ പ്രോബ്ലംസ് നമ്മുടെ ഇക്കോണമി നേരിടുന്ന 3 സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞല്ലോ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി അല്ലേ, എത്ര അളവിൽ, എങ്ങനെ എന്നൊക്കെ നമ്മളത് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ, ദി ഗവൺമെന്റ് ആൻഡ് ദി മാർക്കറ്റ് ടുഗെദർ ആൻസർ all the 3 questions. In mixed economy, market will provide whatever goods and services it can produce well. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു മിക്സഡ് ഇക്കോണമിയിൽ, അതായത് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് എന്താ, ആ മാർക്കറ്റിൽ എന്താണോ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എന്താണോ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ദ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ദ മാർക്കറ്റ് ഫെയിൽസ് ടു. അല്ലേ, നമ്മുടെ മാർക്കറ്റിന് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാവോ അതെല്ലാം മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിന് എന്തൊക്കെ പറ്റാതെ വരുന്നു അതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു നല്ല രീതിയിലായിരുന്നു നമ്മൾ മിക്സഡ് എക്കോണമിയിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഈ മിക്സഡ് എക്കണോമിക് സിസ്റ്റം കൊണ്ടുവന്നു. ഇതിനെന്താ, ഒരു പ്രോപ്പർ പ്ലാൻ വേണ്ടേ? എന്ത് ചെയ്താലും എന്താ, നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലേ. എതപ്പണ്ണാലും പ്ലാൻ പണ്ണണോ. അപ്പോൾ എന്താ, ഒരു 5 year പ്ലാൻസ് കൊണ്ടുവന്നു. ഇങ്ങനെ ജസ്റ്റ് ഒരു ഇക്കണോമിക് സിസ്റ്റം കൊണ്ടുവന്നിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ എന്താ, അതിന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ എന്ത് കൊണ്ടുവന്നു? 5 year പ്ലാൻസ് കൊണ്ടുവന്നു. എവിടെ? നമ്മുടെ ഇന്ത്യയിൽ. എങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ഒപ്റ്റിമമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? 5 year plans എന്ന് പറയുന്നത്. ഓക്കെ, എ പ്ലാൻ സ്പെൽസ് ഔട്ട് ഹൗ ദ റിസോഴ്സസ് ഓഫ് എ നേഷൻ ഷുഡ് ബി പുട്ട് ടു യൂസ്. എങ്ങനെയാണ് ഒരു രാജ്യത്തെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം എന്നൊരു പ്ലാൻ പറഞ്ഞു തരും. അങ്ങനെ എന്താ, അതിന് കുറച്ച് സ്പെസിഫിക് ഗോൾസും കാര്യങ്ങളൊക്കെ കാണും. എന്താ, ഇത്ര വർഷത്തേക്കായിരിക്കും നമുക്കിവിടെ നമ്മൾ 5 year പ്ലാൻസ് ആണ് കൊണ്ടുവന്നത്. അതായത് ഓരോ 5 വർഷം ഓരോ സെക്ടേഴ്സിന്. ആദ്യത്തെ 5 വർഷം അഗ്രികൾച്ചറിനാണ്, രണ്ടാമത്തെ 5 വർഷം ഇൻഡസ്ട്രിക്കായിരിക്കും. അങ്ങനെ ഓരോതിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ പ്ലാൻസിൻ്റെ പേരെന്ന് പറയുന്നത് എന്താ, 5 year പ്ലാൻസ് എന്നാണ് പേര്. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 year പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പം നമുക്ക് 5 year പ്ലാൻസ് ഒന്നുമല്ല, ഇപ്പം നമുക്കത് 5 year പ്ലാൻസ് ഒക്കെ മാറി നീതി ആയോഗായി കേട്ടോ. നീതി ആയോഗായി.
കാരണം എന്താ ഓരോ വർഷവും നമ്മൾ എന്താ ഓരോ 5 വർഷം ഇപ്പം 5 വർഷം അഗ്രികൾച്ചറിന് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് നടക്കത്തില്ല എന്ന് നമ്മുടെ ഗവൺമെൻറ് പയ്യെ മനസ്സിലായി. അപ്പോൾ എന്താ നീതി ആയോഗ് കൊണ്ട് ഏതൊക്കെ സെക്ടേഴ്സിനാണോ ആവശ്യമായിട്ടുള്ളത് ആ സെക്ടേഴ്സിൽ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം ഈ 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്കൊരു സംഭവം വേണ്ടേ, ഒരു ഏജൻസി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ വേണ്ടേ. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ചെയർമാൻ ഉണ്ട്. ഓക്കെ, ആ ചെയർമാൻ ആരെന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് രൂപീകരിച്ചത് 1950-ലാണ്, 1950-ലാണ്. നമ്മുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ ചെയർപേഴ്സൺ. അപ്പോൾ ഈ 5 ഇയർ പ്ലാൻസിന് കുറച്ച് ഗോൾസ് ആൻഡ് എയിംസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം, നമ്മുടെ ഇന്ത്യ എന്ന കൺട്രിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു 5 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ പറയും 5 ഗോൾസ് എന്ന് പറയുന്നത്. എന്താ 5 ഗോൾസ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ മിസ് ഒരു കോഡ് പറഞ്ഞുതരാം. ജെംസ് എന്ന് ഓർത്താൽ മതി. ജെംസ് മുട്ടായില്ലേ, അത് ഓർത്താൽ മതി. നോക്കിയേ, ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. സിമ്പിൾ അല്ലേ? അപ്പം ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഇത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർ ചെയ്ത് വെക്കുകയാണ് മിസ്. ഓക്കെ, ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. 3 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. ഓക്കെ, അപ്പോൾ ജെംസ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്കോണമിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെറിഷറി സെക്ടർ ഉണ്ട്. ഈ ഓരോ സെക്ടേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഓരോ കോൺട്രിബ്യൂഷൻസ് കിട്ടും അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഓരോ ഇതിൽ നിന്ന് കിട്ടും അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രക്ചറൽ കമ്പോസിഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓരോരോ കോൺട്രിബ്യൂഷൻസ് വരും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ 3 സെക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? 3 സെക്ടേഴ്സ് നമ്മുടെ ഇക്കോണമിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഗ്രോത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദ GDP ഓഫ് എ കൺട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. GDP എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ്, ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ടോട്ടൽ മണി വാല്യൂ, അതാണ് എന്തെന്ന് പറയുന്നത്? GDP. അപ്പോൾ ഈ GDP നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ 3 സെക്ടേഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഈ 3 സെക്ടേഴ്സ് എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടി? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഗ്രോത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? സ്ട്രക്ചറൽ കമ്പോസിഷൻ എന്നാണ് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താ? മോഡേണൈസേഷൻ, അഥവാ നമ്മൾ എന്ത് പറയും? ആധുനികവൽക്കരണം എന്ന് പറയും. ഇവിടെ നമ്മൾ നമ്മുടെ 3 സെക്ടേഴ്സ് നോക്കുകയാണ് കേട്ടോ. 3 സെക്ടേഴ്സ് നോക്കുമ്പോൾ എന്താ? നമ്മുടെ അഗ്രികൾച്ചർ നോക്കിയേ. അഗ്രികൾച്ചറിൽ ആദ്യം എന്തായിരുന്നു? നമ്മുടെ നിലമൊക്കെ ഉഴുതുകൊണ്ടിരുന്ന എന്താ? നമ്മളിങ്ങനെ പശുവിനെയും കാളേനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലേ? ഇപ്പം നോക്കിയേ ട്രാക്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. യെസ്, നമ്മളെന്താ പുതിയ ടെക്നോളജിയിലേക്ക് മാറി. അതാണ് എന്തെന്ന് പറയുന്നത്? മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത നോക്കിയേ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ എന്താ? പണ്ട് ഇൻഡസ്ട്രീസിൽ എന്താ? എല്ലാവരും മനുഷ്യരായിരുന്നു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പക്ഷെ നമുക്കറിയാം മനുഷ്യന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെന്താ ക്ഷീണിച്ചു പോകും. നമുക്ക് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ചു. ഇപ്പം എന്താ? അവിടെ മെഷീൻസ് വന്നു. മെഷീൻസിന് അങ്ങനെ ലിമിറ്റ് ഉണ്ടോ? അവർ തളർന്നു പോകുന്നൊരു ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, അവർക്ക് ചാർജ് മാത്രം മതി അല്ലേ? യെസ്, അവിടെ എന്താ സംഭവിച്ചത്? മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം അവിടെയും വന്നു. ആൻഡ് സർവീസ് സെക്ടർ നോക്കിയാലോ? സർവീസ് സെക്ടർ നോക്കുമ്പോൾ എല്ലാ സർവീസസും കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഇപ്പം നമ്മൾ നോക്കണം, പണ്ട് നമ്മൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നു. എന്താ? പൈസ വേറൊരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ. ഇപ്പം നമുക്കത് വേണോ? നമ്മുടെ വിരൽ തുമ്പിലുണ്ട്, അതായത് നമ്മുടെ ഫോണിലുണ്ട് അല്ലേ? നമ്മുടെ ഫോണിലുണ്ട് ഗൂഗിൾ പേ, ഫോൺ പേ, ആപ്പ്, ഇ-പേ, അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് അല്ലേ? യെസ്, അത് തന്നെയാണ് സംഭവം തന്നെ. അതുപോലെ തന്നെ പണ്ട് നമ്മളെന്താ സ്കൂളിൽ പോയി കഴിഞ്ഞ ടീച്ചർ പഠിപ്പിക്കുന്നതും പഠിച്ചോണ്ട് ഇപ്പം നമുക്ക് എന്താ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. യെസ്, അതാണ് സംഭവം. അതാ മോഡേണൈസേഷൻ, അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി മാത്രം അഡോപ്റ്റ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയും. പക്ഷേ എന്താ? സോഷ്യൽ ഔട്ട്ലുക്ക്, നമ്മുടെ സാമൂഹ്യ ചിന്താഗതി മാറുന്നതിന് നമ്മൾ എന്ത് പറയും? മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ഒച്ചി മോഡേണോ? ഇപ്പം നമ്മൾ പറയത്തില്ലേ പെൺപിള്ളാർക്കും ആൺപിള്ളാർക്കും ഒരേ റൈറ്റ് കിട്ടണം കാര്യങ്ങളൊക്കെ പറയത്തില്ലേ? അതൊക്കെയാണെന്ന് പറയത്തില്ലേ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കും എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതാണ് സംഭവം. നോക്കിയേ, അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി is called modernization. Changes in social outlook such as recognition that the women should have the same right as men. ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? മോഡേണൈസേഷൻ എന്നാണ് പറയുന്നത്. മോഡേണൈസേഷൻ എന്നാണ് നമ്മൾ ഇതിനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോത്ത് കണ്ടു, മോഡേണൈസേഷൻ കണ്ടു. ഇനി അടുത്താണ് എന്താ? സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. എന്താണ് സെൽഫ് റിലയൻസ്? നമ്മുടെ ആദ്യത്തെ 5 ഇയർ പ്ലാനിലെ 7ാമത്തെ 5 ഇയർ പ്ലാൻ, അത് മെയിനായിട്ട് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് അറിയാമോ? സെൽഫ് റിലയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് എന്താ? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറയ്ക്കുക. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള രാജ്യത്ത് നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ്, ഓക്കെ, നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനെ ഇമ്പോർട്ട്സ് കുറയ്ക്കാനാണ് പറഞ്ഞത്. അതേപോലെ എന്താ? നമ്മൾ മറ്റുള്ള രാജ്യങ്ങളായിരുന്നു ഫുഡ് ഗ്രെയിൻസിന് വേണ്ടി
ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ആ പരിപാടി നിർത്തി നമ്മൾ സ്വയം പര്യാപ്തരാവുക എന്നാണ് സെൽഫ് റിലയൻസ് നമ്മുടെ 5 year പ്ലാന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് 5 year പ്ലാൻ ഗേവ് ഇമ്പോർട്ടൻസ് ടു സെൽഫ് റിലയൻസ്, അവോയ്ഡിങ് ഇമ്പോർട്ട്സ് ഓഫ് ദോസ് ഗുഡ്സ് വിച്ച് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ India itself, to reduce our dependence on foreign countries, especially for ഫുഡ് ഐറ്റംസിലൊക്കെ നമ്മൾ ഡിപ്പെൻഡൻസി കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്ത് നോക്കിയേ, യെസ്, ഇക്വിറ്റിയാണ് നമ്മുടെ അടുത്തതെന്ന് പറയുന്നത്. അപ്പം ഇക്വാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇക്വിറ്റി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ ഒരു പക്ഷേ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും തുല്യമായിട്ട് ഇപ്പം നമുക്കൊരു മുട്ടായി കിട്ടുവാണെങ്കിൽ ആ മുട്ടായി തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും കിട്ടണം. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 5 പേരുണ്ടെന്ന് ഓർത്തു, 5 പേർക്കും ഒരാൾക്ക് എക്ലെയറിൻ്റെ 1 രൂപയുടെ മുട്ടായി കിട്ടി, അപ്പോൾ ബാക്കിയുള്ള ആർക്കും എന്ത് കിട്ടണം, എക്ലെയറിൻ്റെ 1 രൂപയുടെ മുട്ടായി കിട്ടണം. ഓക്കെ, ഇത് നോക്കിയേ, ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം നോക്കുകയാണെങ്കിൽ ഇക്വാലിറ്റി നോക്കിയേ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സംഭവമാണ്, പെട്ടിയാണ് കൊടുത്തേക്കുന്നത്. എന്തിന്, ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് കൊടുക്കുക. ഇയാൾക്ക് പൊക്കമുണ്ട്, ആ പെട്ടി ഇല്ലാണ്ട് അയാൾക്ക് കാണാം. ഈ കുട്ടീനെ നോക്കി, ഈ കുട്ടിക്ക് എന്താ 2 പെട്ടി വേണം കാണണമെങ്കിൽ, പക്ഷേ ഇവിടെ നമുക്ക് 1 പെട്ടിയായിട്ടുള്ളൂ. അതാണ് ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എൻ്റെ ഈ കുട്ടിയുടെ കാര്യം നോക്കിയേ, കുറച്ചധികം പെട്ടികൾ വേണം അല്ലേ. യെസ്, അതാണ് എന്ത് തന്നെ ഇക്വിറ്റി. നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, പുവർ ആയിട്ടുള്ള ആളുകൾ ഭയങ്കര കൂടുതലാണ്, റിച്ച് ആയിട്ടുള്ള ആളുകൾ കുറവാണ്. അപ്പോൾ എന്താ, നമ്മുടെ ഈ പുവർ ആയിട്ടുള്ളവർക്ക് ബെനിഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ കൂടി ആർക്കാണ് ചെല്ലുന്നത്, അതും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ പുവർ ആയിട്ടുള്ള ആളുകൾക്ക് ബേസിക് നീഡ്സ് വേറെ ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ, അതേപോലെ ഷെൽട്ടർ, അങ്ങനെ ക്ലോത്ത്സ്, ഇതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മുടെ 5 year പ്ലാന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഇക്കണോമിക് പ്രോസ്പെരിറ്റി റീച്ച് ദ പുവർ സെക്ഷൻസ് ആസ് വെൽ ആസ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എൻജോയ്ഡ് only by the rich. പാവപ്പെട്ട ജനതകൾക്കും കൂടി അവർക്ക് അർഹതപ്പെട്ട കാര്യം എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 4 ഗോൾസ്, 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് 5 year പ്ലാൻ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ജെംസ് എന്ന് നമ്മൾ പറയും അല്ലേ, ജെംസ് ഏതൊക്കെയാണ്? നമുക്ക് ഗ്രോത്ത് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, മോഡേണൈസേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ 5 year പ്ലാൻസ് എവിടേക്കാണ് ചേഞ്ചസ് കൊണ്ടുവന്നത്? നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അഗ്രേറിയൻ എക്കോണമി ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറാണ് നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, അഗ്രികൾച്ചറിൻ്റെ സെക്ടറിൻ്റെ അവസ്ഥ നമുക്കറിയായിരുന്നു അല്ലേ, എന്താണ്, ലോ ലെവൽ ഓഫ് ടെക്നോളജി, സ്റ്റാഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. എവിടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കണ്ടിരുന്നു, സ്തംഭന അവസ്ഥയിലായിരുന്നു. ഏകദേശം 75% ആൾക്കാരും കൃഷിയെ ആശ്രയിച്ച് ഇരുന്നിട്ട് കൂടി എന്താ, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, ലോ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താ, നമ്മുടെ ഇറിഗേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ എന്താ, നമ്മുടെ ഈ കൃഷി ഭൂമികളുണ്ടല്ലോ, ഇതൊക്കെ വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമായിട്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ടുവന്നു, നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാന്റെ ഇതായിട്ട് നമ്മൾ ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നു. എന്താണ്, ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നു. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ എന്താ, ഇക്വിറ്റി കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചു. യെസ്, അങ്ങനെ ലാൻഡ് റീഫോംസ് നമ്മൾ മെയിനായിട്ട് 2 ലാൻഡ് റീഫോംസ് ആണ് കൊണ്ടുവന്നത്. നോക്കിയേ, ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ call for land reforms which primarily refers to change in ownership of land holdings. നമ്മൾ പറഞ്ഞു, വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമായിരുന്നു എന്തുണ്ടായിരുന്നത്, ഈ കൃഷി ഭൂമികൾ ഉണ്ടായിരുന്നു അല്ലേ. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലായിരുന്നു കൂടുതലായിട്ടും ഇത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് എന്താ, അത് മാറ്റാനായിട്ട് നമ്മുടെ ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിലെ ഇക്വിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു, 2 ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നു. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് എന്ത്, ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലാൻഡ് ടു ദ ടില്ലേഴ്സ്. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി, കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്തതെന്നറിയാമോ, ഈ ഇൻ്റർമീഡിയറീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ജമീന്ദാസും മഹൽവാർസും ജാഗിർദാർസും അവരെയൊക്കെ അങ്ങ് തൂത്തങ്ങ് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്, നമ്മുടെ ഈ കൃഷിഭൂമിയുള്ള ആ കൃഷിഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ എന്താക്കി മാറ്റി, അവിടുത്തെ ഓണേഴ്സാക്കി മാറ്റി, ടില്ലേഴ്സിനെ ഓണേഴ്സാക്കി മാറ്റി. ടില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറേഴ്സ്, വർക്കേഴ്സ്, തൊഴിലാളികൾ, അവരെയാണ് നമ്മൾ ടില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എ ഇയർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റെപ്സ് were taken to abolish intermediaries and to make tillers the owners of the land. This is because ownership of land enables the tiller to make profit from the increased output അല്ലേ. ഇങ്ങനെ നമ്മൾ എന്താ, ടില്ലേഴ്സിനെ അതിൻ്റെ ഓണേഴ്സ് ആക്കി കഴിഞ്ഞാൽ എന്താ, അവർക്കൊരു എൻകറേജ്മെൻറ്റ് വരും. കാരണം എന്താ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി നമ്മുടെ ഗവൺമെൻറ് തന്നില്ല, എന്നാൽ പിന്നെ നല്ല ഔട്ട്പുട്ട്, എന്താണെങ്കിലും നല്ല ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും, നമ്മുടെ ഈ തൊഴിലാളികൾക്ക് പ്രോഫിറ്റും വരും, നമ്മുടെ രാജ്യത്തിന് ഇക്കണോമിക് ഗ്രോത്തും വരുമെന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് നമ്മുടെ ലാൻഡ് ടു ദ ടില്ലേഴ്സ്. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്, ലാൻഡ് സീലിംഗ് എന്ന് പറയും. എന്താണ് ലാൻഡ് സീലിംഗ് എന്ന് പറയും. അതായത് മിസ് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആളുകളുടെ കയ്യിലായിരുന്നു കുറേ ഭൂമികളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ, നമ്മുടെ ഗവൺമെൻറ് ഒരു
ലിമിറ്റ് വെച്ചു. അതായത് ഒരാൾക്ക്, ഒരു എക്സാമ്പിൾ പറയണേ, ഒരാൾക്ക് 7 ഏക്കർ ഭൂമി മാത്രമേ കൈവശം വെക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ചു. അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ലാൻഡ് സീലിംഗ്. ഇത്ര മിനിമം ലാൻഡ് ഹോൾഡ് ചെയ്യാൻ, ഓണർഷിപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഗവൺമെന്റ് ഇത് വെച്ച്. നോക്കിയേ, ദിസ് മീൻസ് ഫിക്സിങ് ദ മാക്സിമം, ഓക്കെ മാക്സിമം ആണ് കേട്ടോ, മാക്സിമം, സോറി മിസ്, മിനിമം എന്നാണ്, സോറി, മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ഇത്ര ഏക്കർ, അതായത് മിസ് പറഞ്ഞു, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 7 ഏക്കർ ഭൂമി ഇത്രേ അദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കാൻ പറ്റത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. ചിലരുടെ കയ്യിൽ മാത്രമായിരുന്നു ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് സീലിംഗ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കൊണ്ടുവന്നിരുന്നാൽ കൂടിയും എന്താണ്, ഇതിന് വളരെയധികം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. എന്താണ് ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ? അതായത് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ലാൻഡ് ദ ഡീലേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ ഗവൺമെന്റിന് അറിയത്തില്ലല്ലോ ആരാണ് ഇതിൻ്റെ ശരിക്കുള്ള ഉടമകൾ, അല്ലെങ്കിൽ ആരാണ് ഇവിടെ പണിയെടുത്തതെന്ന് അറിയത്തില്ലോ. അപ്പം നമ്മുടെ ഈ മുതലാളികളുണ്ടല്ലോ, നമ്മുടെ ഈ സമീന്ദാസൊക്കെ, അവർ പറഞ്ഞു ഞങ്ങളാണ് ഇവിടെ പണിയെടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തരണമെന്ന് പറഞ്ഞു. നോക്കിയേ, there was case where tenants were evicted and the landowners claimed to be self cultivators claiming the ownership of the land. കണ്ടോ? അപ്പോൾ എന്താ നോക്കിയേ, ചിലർക്ക് ജോലി എടുത്തുകൊണ്ടിരുന്നവർക്ക് ചിലർക്ക് എന്ത് കിട്ടി, ആ ഒരു അവകാശം കിട്ടി. പക്ഷെ എന്താ, അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, അതായത് നമ്മുടെ ഈ ലാൻഡ്ലെസ് ലേബേഴ്സും അതുപോലെ തന്നെ എന്താ, നമ്മുടെ ഈ കറ്റയൊക്കെ വെട്ടാൻ വേണ്ടി വരുന്നത്, അവർക്കൊന്നും ഇതിൽ നിന്നും ഒരു ബെനിഫിറ്റും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തത് എന്താണ്, നമ്മുടെ ലാൻഡ് സീലിങ്ങിൻ്റെയാണ് നോക്കുന്നത്. ലാൻഡ് സീലിങ്ങിൻ്റെ നമ്മൾ നോക്കുമ്പോൾ എന്താ മനസ്സിലായത്, നമുക്കറിയാം ഇത് കുറച്ച് എന്താ, നമ്മുടെ കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാളെ നീള എന്ന് പറഞ്ഞ പരിപാടി പോലെയായിരുന്നു നമ്മുടെ ലാൻഡ് സീലിംഗ്. അപ്പോൾ എന്താ ചെയ്തത്, നമ്മുടെ ഈ ജമീന്ദാസൊക്കെ ഉണ്ടല്ലോ, അവരെന്താ അടുത്തെന്ന് വെച്ചാൽ 7 ഏക്കർ ഭൂമി വെക്കാൻ പറ്റത്തുള്ളൂ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തത്, 7 ഏക്കർ ഇയാളുടെ പേരിലും, ഒരു 7 ഏക്കർ അയാളുടെ ഭാര്യയുടെ പേരിലും, ഒരു 7 ഏക്കർ അയാളുടെ മകളുടെ പേരിലും, ഒരെണ്ണം മകൻ്റെ പേരിലും, അങ്ങനെ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ, ദേ യൂസ് ദിസ് ഡിലേ ടു രജിസ്റ്റർ ദർ ലാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് ദ ക്ലോസ് റിലേറ്റീവ്സ്. കണ്ടോ, അതൊക്കെയാണ് ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ, ലാൻഡ് റിഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, പക്ഷേ എങ്കിലും അധികം യൂസ്ഫുൾ ആയില്ല എന്ന് നമുക്ക് മനസ്സിലായത്. ആൻഡ് നമ്മുടെ ഗവൺമെൻറ് മറ്റൊരു കാര്യം കൂടെ കൊണ്ടുവന്നു, അതാണ് എന്ത്, ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന് നമ്മൾ പറയും. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം? നമ്മൾ പറഞ്ഞു സ്റ്റാഗ്നൻ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്കോണമി, 75% ആൾക്കാരും അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. മൺസൂൺ കാലത്ത് മാത്രമേ നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ മാറ്റാൻ വേണ്ടി എന്ത് കൊണ്ടുവന്നു, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നു. എന്താണ്, HYV സീഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. എന്താണ്, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് നല്ല വിളവ് തരുന്ന, നല്ല ഈൽഡൊക്കെ തരുന്ന എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, സീഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ സീഡ്സ് എന്താ മെയിനായിട്ട് നമ്മൾ എന്തിനാണ് കൊണ്ടുവന്നത്, നമ്മൾ വീറ്റിലും അതേപോലെ റൈസിലുമാണ് കൊണ്ടുവന്നത്. നമ്മുടെ ഈ സീഡ്സ് ഉപയോഗിക്കാൻ മാത്രം പോരാ, അതിന് നല്ല പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളും ഉപയോഗിക്കണം, നല്ല ഇറിഗേഷൻ ഫെസിലിറ്റീസ് കിട്ടണം, നല്ല പ്രോപ്പർ കെയറും കാര്യങ്ങളും കിട്ടണം. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. നോക്കിയേ, ലാർജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് റിസൾട്ടിങ് ഫ്രം ദി യൂസ് ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് എസ്പെഷ്യലി ഫോർ വീറ്റ് ആൻഡ് റൈസ്. നമ്മൾ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് യൂസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ആവശ്യമുണ്ട്, ഫെർട്ടിലൈസേഴ്സ് വേണം, പെസ്റ്റിസൈഡ്സ് വേണം, റെഗുലർ സപ്ലൈ ഓഫ് വാട്ടറും കാര്യങ്ങളും വേണം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ MS സ്വാമിനാഥനാണ്. നിങ്ങളോട് എക്സാമിന് ചോദിക്കും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഗ്രീൻ റെവല്യൂഷൻ എന്ന് 5 മാർക്സിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ആണ് മിസ് പറയുന്നത്. ആദ്യം എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് എഴുതുക, പിന്നെ ഫാദറിനെ എഴുതുക, പിന്നെന്താ ഗ്രീൻ റെവല്യൂഷൻ സക്സസ്ഫുൾ ആയ ഒരു ഫേസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം സക്സസ്ഫുൾ ആയത് 3 സ്റ്റേറ്റ്സിൽ മാത്രമാണ്. നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് 3 സ്റ്റേറ്റിൽ മാത്രമേ സക്സസ്ഫുൾ ആയുള്ളൂ. എവിടേക്കാണ്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് ആൻഡ് തമിഴ്നാട്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്സിലെ ആദ്യം സക്സസ്ഫുൾ ആയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഫേസ് ആയപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം വീറ്റും റൈസും മാത്രമേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, എല്ലാ ക്രോപ്സിലേക്കും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സെൽഫ് റിലയൻസ് കൂടി, ഫുഡ് ഗ്രെയിൻസുള്ള സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്ത കൂടി. അതായത് നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ കരുണയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അതൊക്കെ മാറ്റി നമ്മൾ സ്വയം പര്യാപ്തരായി എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. നോക്കിയേ, സെക്കൻഡ് ഫേസ് വന്നപ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ബെനിഫിറ്റഡ് മോർ വെറൈറ്റി ഓഫ് ക്രോപ്സ്. അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഫേസിൽ നമ്മുടെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും പഞ്ചാബിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പയ്യെ എല്ലായിടത്തും എത്തി എന്ന് പറഞ്ഞു. അതുപോലെ സെൽഫ് സഫിഷ്യൻസി നമുക്ക് കിട്ടി. എന്തിൻ്റെ കാര്യത്തിൽ, ഫുഡ് ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ അമേരിക്കനെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻസി കിട്ടി ഫുഡ് ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ. അതൊന്ന്.
മാർക്കറ്റഡ് സർപ്ലസ് വന്നു. അതായത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, നമ്മുടെ ഈ ഫാമേഴ്സ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെടുത്തിട്ട് ഒരു പോർഷൻ അവർ മാറ്റി വെക്കും. എന്തിനു വേണ്ടി? മാർക്കറ്റിൽ കൊണ്ട് സെല് ചെയ്യാൻ വേണ്ടി. അതാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. പിന്നെന്താ, നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ഒരുപാട് വന്നു തുടങ്ങി അല്ലേ. ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് അങ്ങ് നല്ല സൂപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചത്, ഫുഡ് ഗ്രെയിൻസ് ഒരുപാട് വരുമ്പോൾ എന്താ, നമ്മുടെ ഡിമാൻഡ് കുറയും. അപ്പോൾ എന്താ സംഭവിക്കുക, സപ്ലൈ കൂടുതലുമ്പോൾ എന്താ സംഭവിക്കുക, ഡിമാൻഡ് കുറയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, കുറഞ്ഞപ്പോൾ നമ്മുടെ ലോ ഇൻകം ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അവർക്ക് അധികം പൈസയൊന്നും ഇല്ലാത്ത വീട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് നല്ലവണ്ണം ബെനിഫിറ്റ് ആയി എന്നാണ് പറഞ്ഞത്. അതേപോലെ എന്താ, ഫുഡ് ഗ്രെയിൻസ് മിച്ചം വരുന്നുണ്ട്. ഒരുപാട് മിച്ചം വരുമ്പോൾ എന്താ, നമ്മുടെ ഗവൺമെൻറ് ഇത് സൂക്ഷിച്ചു വെക്കും. എന്തെങ്കിലും ഒരു കാലത്ത് വരൾച്ച വന്നാൽ, ഭക്ഷണമില്ലാത്തൊരവസ്ഥ വന്നാൽ നമുക്കിത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. നോക്കിയാൽ അതൊക്കെയാണ് എന്ത് വന്നു, സെൽഫ് സഫിഷ്യൻസി കൂടി. പിന്നെന്താ, മാർക്കറ്റ് സർപ്ലസ്. ഒരു പോർഷൻ നമ്മുടെ ഫാമേഴ്സ് മാറ്റി വെക്കും. എന്തിനു വേണ്ടി, മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി. നോക്കി, എ പോർഷൻ ഓഫ് ദി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വിച്ച് ഇസ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് ബൈ ദ ഫാമേഴ്സ് ഈസ് കോൾഡ് മാർക്കറ്റഡ് സർപ്ലസ്. പിന്നെന്താ, ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസ് ഡിക്ലൈൻ ആയി, ലോ ഇൻകം ഗ്രൂപ്പിന് ബെനിഫിറ്റ് ആയി. പിന്നെന്താ, സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യും, നമ്മൾ പ്രൊക്യൂർ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടി, ഫുഡ് ഷോർട്ടേജ്, ഭക്ഷണത്തിന് ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്താ ഇവിടെ ഒരു പ്രശ്നം വന്നത്, നമ്മുടെ റിച്ച് ആൻഡ് പുവർ തമ്മിൽ എന്ത് വന്നു, ഒരു ഗ്യാപ്പ് വന്നു, ഒരു അന്തരംഗം വന്നു. കാരണം നമുക്കറിയാം HYV സീഡ്സ് ആർ വെരി കോസ്റ്റ്ലി, ഭയങ്കര പൈസയാണ് നമ്മുടെ HYV സീഡ്സിന്. അപ്പം നമ്മുടെ പൂറായിട്ടുള്ള ആളുകൾക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നു, സബ്സിഡി. അവിടെയും നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഗവൺമെൻറ് സബ്സിഡീസും കാര്യങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ മിക്സഡ് എക്കണോമിക് സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താ, പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്. പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഇത് ഓൺ ചെയ്ത് നടത്തുന്നതും കാര്യങ്ങളും ഒക്കെ. ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിലോ ആരാ ചെയ്യുന്നത്, ഗവൺമെൻറ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താ, പക്ഷേ ഇങ്ങനെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെയൊക്കെ ഫുൾ നോക്കി നടത്തുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെയായിരുന്നു. മിക്സഡ് എക്കോണമിയും കാര്യങ്ങളും കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ, നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു, IPR 1956 എന്ന് പറഞ്ഞൊരു പോളിസി കൊണ്ടുവന്നു. എന്താണ്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 അഥവാ IPR 1956 എന്ന് പറയും. അതായത് നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് കുറേയൊക്കെ ആരുടെ കയ്യിലാണ്, മൂന്ന് ഇൻഡസ്ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. കുറേയൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, കുറച്ചൊക്കെ എന്താ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. പക്ഷേ എന്താ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ബാക്കി വരുന്ന മിച്ചം വരുന്ന ബാക്കി ഇതൊന്നും നമുക്ക് ആർക്കും വേണ്ടാത്തത് ആരുടെ കൈ കൊടുത്തു, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൊടുത്തു. ഇങ്ങനെയായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. നോക്കിയേ, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, ഫസ്റ്റ് വൺ. ആൻഡ് രണ്ടാമത്തെ എന്താ, പ്രൈവറ്റ് സെക്ടർ സപ്ലിമെൻറ്റ് ദ എഫേർട്സ് ഓഫ് ദി പബ്ലിക് സെക്ടറാണ് മെയിൻ, ഗവൺമെൻറ് ആണ് മെയിൻ. പക്ഷേ എന്താ, പ്രൈവറ്റ് സെക്ടേഴ്സിന് കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് മൂന്നാമത്തെ, ബാക്കി വന്നൊക്കെ ആർക്ക് കൊടുത്തു, മിച്ചം വന്ന റിമൈനിങ് ആർക്ക് കൊടുത്തു, പ്രൈവറ്റ് സെക്ടേഴ്സിന് കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. IPRലെ പോളിസീസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസി റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് എന്താ, ഒരു ലൈസൻസിങ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം, പുതിയ ഇൻഡസ്ട്രി തുടങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഡസ്ട്രി നിർത്തണം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണമായിരുന്നു, ഒരു ലൈസൻസ് വേണമായിരുന്നു. ലൈസൻസ് നമ്മളിപ്പം നമുക്ക് 18 വയസ്സാകാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു, ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ എന്താ, ഒരു പുതിയ ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമ്മൾ നിർത്തലാക്കുമ്പോൾ, ഒരു പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ലൈസൻസ് വേണം. നോക്കിയേ, kept under state control through a system of license. ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പ്രൈവറ്റ് ഇൻഡസ്ട്രി ഏതായിക്കോട്ടെ, അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായിരുന്നു. നോക്കിയേ, നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ് അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഗവൺമെൻറ് അറിയാതെ ഒരു ഈച്ച പോലും പറക്കത്തില്ലെന്ന് പറഞ്ഞത് ഈ കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താ, പക്ഷേ നമുക്ക് എന്താ, ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്താ, ഈ ബാക്ക്വേർഡ് ഏരിയാസ് ഉണ്ട്, അതായത് ഒത്തിരി ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, അവിടെയൊക്കെ നമ്മൾ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുമായിരുന്നു. കാരണം എന്താ, റീജിയണൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അത് ചെയ്ത്. നോക്കിയേ, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയയിൽ നമുക്ക് ലൈസൻസ് പെട്ടെന്ന് കിട്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമ്മൾ പുതിയൊരു സംഭവം കൊണ്ടുവന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ SSIs എന്ന് പറയും. അതായത് എന്താ, നമുക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ നമുക്ക് അതിനുള്ള ഫണ്ടില്ല. അപ്പോൾ വളരെ കുറച്ച് ഫണ്ട് മാത്രം യൂസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും എന്താ, ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും. ഇവിടെ കൂടുതൽ തൊഴിലാളികളായിരിക്കും വർക്ക് ചെയ്യുന്നത്. മെഷീൻസിലും കൂടുതൽ എന്താ, തൊഴിലാളികളായിരിക്കും. റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ എന്താ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ, ഇവർക്ക് കുറേ കൺസെഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഇവർക്ക് എന്താ, എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് കിട്ടും. ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. നോക്കിയേ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡിഫൈൻഡ് വിത്ത് റെഫറൻസ് to the maximum investment allowed on a set of a unit.
ഫോർ പ്രൊമോട്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? റൂറൽ ഡെവലപ്മെന്റ്. ലേബർ ഇൻറ്റൻസീവ് ആണ്, ഇവർക്ക് എന്ത് കിട്ടും? ലോവർ എക്സൈസ് ഡ്യൂട്ടി, ലോൺസ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ എന്താ ചില ഗുഡ്സ് ഇവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തു, അതായത് ക്ലോക്ക്, വാച്ച്, ടൂത്ത് പേസ്റ്റ്, ഇതൊക്കെ ഇവർക്ക് വേണ്ടി മാത്രം റിസർവ്ഡ് ആണ്. ഓക്കെ, അവർക്ക് മാത്രം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്ന മാറ്റം. ആൻഡ് അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എന്താ? ട്രേഡ് പോളിസി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ട്രേഡ് പോളിസിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. അതായത് നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് നമ്മളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഇനി മറ്റൊരു രാജ്യത്ത് ഇമ്പോർട്ട് ചെയ്യത്തില്ല, മേടിക്കത്തില്ല എന്ന് തീരുമാനിച്ചു. നമ്മുടെ രാജ്യത്ത് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അഥവാ നമ്മൾ പറയും ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഇമ്പോർട്ട്സ് ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ട്സ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്തത്? അതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അതിന് പ്രൊട്ടക്ഷൻ ഫ്രം ഇമ്പോർട്ട്സ് ആയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? നമ്മളെ താരിഫ്സും കോട്ടാസും കൊണ്ടുവന്നു. അതായത് താരിഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട്സിൽ കൊണ്ടുവരുന്ന ടാക്സിനെയാണ് താരിഫ്സ് എന്ന് പറയുന്നത്. ആൻഡ് കോട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ എന്ത് വെക്കണം? റെസ്ട്രിക്ഷൻ വെക്കണം. അത് ഇത്ര, ഇപ്പം നമ്മൾ 10 പാക്കറ്റ് മാഗി മേടിക്കാനിരുന്നു. 10 പാക്കറ്റ് മാഗി മേടിക്കാനിരുന്നപ്പോൾ എന്താ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു? നിങ്ങൾക്ക് 5 പാക്കറ്റേ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർക്കാം, എന്നാൽ പിന്നെ നമ്മുടെ അവിടെ നിന്ന് മേടിച്ചാൽ എന്തിനാ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നമ്മളെ താരിഫും കാര്യമൊക്കെ കൊടുത്ത് മേടിക്കുന്നത് നമ്മൾ വിചാരിച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നു? പ്രൊട്ടക്ഷൻ ഫ്രം ഇമ്പോർട്ട്സ് കൊണ്ടുവന്നു. അതാണ് താരിഫും അതേപോലെ എന്താണ്? കോട്ടാസും. ഓക്കെ, താരിഫ്സും വന്നു, കോട്ടാസും വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി. അങ്ങനെ ആളുകൾ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ എന്നൊരു ഇത് വെച്ചു. ദേ നോക്കിയേ, താരിഫ്സ് ആർ എ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ദേ മേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് മോർ എക്സ്പെൻസീവ് ആൻഡ് ഡിസ്കറേജ് ദിയർ യൂസ്. കോട്ടാസ് എന്താണ്? സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, അതായത് നമുക്ക് നോക്കിയേ 5 കിലോ അരിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് അതിൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചാൽ പോരെ നമ്മൾ വിചാരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ എക്കോണമി 1950 to 1990 നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ ഇതായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം കണ്ടു, അഗ്രികൾച്ചർ സെക്ടറിൽ കണ്ടു, ലാൻഡ് റിഫോംസ് കണ്ടു, ഗ്രീൻ റെവല്യൂഷൻ കണ്ടു, അതേപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കുകയാണെങ്കിൽ എന്താ? IPR വന്നത് കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ എന്താ പറയുക, ട്രേഡ് പോളിസിയിലെ കാര്യങ്ങൾ കണ്ടു. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ എന്താ, ഈ പോളിസീസിലൊക്കെ നോക്കി എഫക്ട്സ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ എഫക്ട്സ് ആണ് വന്നത്? നല്ല എഫക്ട്സും വന്നിട്ടുണ്ട്, അതേപോലെ എന്താ ചീത്ത എഫക്ട്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരിച്ചത്ര ക്യാപിറ്റൽ, ബിസിനസ് തുടങ്ങാനുള്ള പൈസ ഇല്ല, മൂലധനം ഇല്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് എന്ത് തുടങ്ങാം? ഒരു SSI തുടങ്ങാം അല്ലേ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അദ്ദേഹത്തിന് തുടങ്ങാമല്ലോ. തുടങ്ങാം. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫോറിൻ പ്രൊട്ടക്ഷൻ വന്നതോടെ അല്ലേ, ഫോറിൻ പ്രൊട്ടക്ഷൻ നമ്മുടെ താരിഫും കോട്ടാസും ഒക്കെ വന്നതോടെ എന്താ, നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ മേടിക്കാൻ തുടങ്ങി, സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്താ, ഒരുപാട് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും അതേപോലെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നോക്കിയേ, പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഗേവ് ഓപ്പർച്യൂണിറ്റീസ് ടു പീപ്പിൾ ഹു ഡിഡ് നോട്ട് ഹാവ് ദി ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് ലാർജ് ഫേം ടു ഗെറ്റ് ഇൻ ടു ബിസിനസ്. ഓക്കെ, അതുപോലെ എന്താ, നമ്മൾ താരിഫ്സും കോട്ടാസും ഒക്കെ വന്നപ്പോൾ എന്താ, പുതിയ ഇൻഡസ്ട്രീസ് വന്നു തുടങ്ങി. ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലൊക്കെ ഇൻഡസ്ട്രീസ് പുതിയത് ഒരുപാട് വന്നു. അപ്പോൾ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടായിരിക്കും. എന്തായിരിക്കും നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സിന് എന്താ ഒരു വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. കാരണം എന്താ, ക്യാപ്റ്റീവ് മാർക്കറ്റാണ്, ഇമ്പോർട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ആൾക്കാർ. അതുകൊണ്ട് തന്നെ എന്താ, ഗവൺമെൻറ് വലുതായിട്ട് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്താ, ഗുഡ്സിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എന്താ, മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചു, അതായത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് റെസ്ട്രിക്ഷൻ വെച്ചു. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുണ്ടോ അത് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു സംഭവമായി. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ പബ്ലിക് സെക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ പബ്ലിക് സെക്ടേഴ്സിലൊക്കെ വൻ നഷ്ടം, ഭയങ്കര നഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അടച്ചു പൂട്ടാൻ പറ്റുമോ? അതും പറ്റത്തില്ല. കാരണം എന്താ, ഗവൺമെൻറ്റിനാണെങ്കിൽ എത്ര നഷ്ടത്തിലാണെങ്കിലും അതെങ്ങനെങ്കിലുമൊക്കെ തള്ളി നീക്കണമെന്ന്. ഇതൊരു നെഗറ്റീവ്. നോക്കിയേ, ദ പ്രൊഡ്യൂസേഴ്സ് വെയർ അവെയർ ദാറ്റ് ദേ ഹാഡ് എ ക്യാപ്റ്റീവ് മാർക്കറ്റ്, സോ ദേ ഹാഡ് നോ ഇൻസെൻറ്റീവ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദെയർ ഗുഡ്സ്. പറഞ്ഞ കാര്യം. അതേപോലെ എന്താ, ഡ്യൂ ടു റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട്സ് the Indian consumer had to purchase whatever the Indian producers produced. Many public sectors incurred huge loss, but they continue to function because it's difficult to close a government undertaking even if it drains on nation's limited resources. നമ്മുടെ എത്ര പൈസ വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷേ പബ്ലിക് സെക്ടർ നമ്മൾ കൂട്ടത്തില്ല. പക്ഷേ ലാസ്റ്റ് എന്തെടുത്തു? ലാസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്തു, ഈ പബ്ലിക് സെക്ടേഴ്സിനെ പ്രൈവറ്റ് സെക്ടേഴ്സിനെ വിറ്റു. അതിനെ നമ്മൾ പറയുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് പറയും.
അതായത് നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രീസിൽ ഭയങ്കര ലൈസൻസും ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സസീവ് റെഗുലേഷൻ ആയിരുന്നു ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ, നമുക്കൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വലിയ വലിയ കോമ്പറ്റീറ്റേഴ്സ്, വലിയ വലിയ ബിഗ് ഇൻഡസ്ട്രിയലൈസ് അവരൊക്കെ ഇല്ല, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ കുറേ ലൈസൻസ് ഇങ്ങനെ മേടിച്ച് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടി. അവരുടെ നമ്മുടെ ആ ഒരു സ്ഥലത്ത് അവർ മാത്രമേ പാടുള്ളൂ എന്ന് വരുത്താൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, കുറേ ലൈസൻസ് ഇങ്ങനെ മേടിച്ച് വെച്ചു. നോക്കിയേ, ദേ നീഡ് ടു ഒബ്റ്റെയിൻ എ ലൈസൻസ് ടു സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രി വാസ് മിസ്യൂസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ houses. A big industrialist would get a license not for starting a new firm, but to prevent കോമ്പറ്റീറ്റേഴ്സ് ഫ്രം സ്റ്റാർട്ടിങ് എ ന്യൂ ഫേം. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനല്ല അയാൾ ലൈസൻസ് മേടിച്ചു, പക്ഷെ എന്താ, കോമ്പറ്റീറ്റേഴ്സിന് അത് കിട്ടരുത്. ഏത് നല്ല കളി അല്ലേ. അപ്പോൾ നോക്കിയേ, മോർ ടൈം വാസ് സ്പെൻഡ് ബൈ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ട്രൈങ് ടു ഒബ്റ്റെയിൻ എ ലൈസൻസ് ഓർ ലോബി വിത്ത് കൺസേൺ മിനിസ്ട്രീസ് റാദർ ദാൻ തിങ്കിങ് ഹൗ ടു ഇംപ്രൂവ് ദെയർ പ്രൊഡക്ട്സ്. അവരുടെ ഇൻഡസ്ട്രി അവരുടെ ബിസിനസ് നല്ലതാക്കുക, മെച്ചപ്പെടുത്തുക, അവരുടെ പ്രൊഡക്ട്സ് മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താ, ബാക്കി ആരും അവരുടെ തട്ടകത്തിൽ വന്ന് കളിക്കരുത് എന്നാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇതും ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. അങ്ങനെ എന്താ, 1990s കഴിഞ്ഞ് 1991 ഒക്കെ ആയപ്പോൾ നമ്മുടെ ഇന്ത്യ ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് നീങ്ങി. അങ്ങനെ നമ്മൾ എന്ത് കൊണ്ടുവന്നു, LPG പോളിസീസ് അല്ലെ, ന്യൂ എക്കണോമിക് പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, മിസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.